ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ വ്ളോഗ് ഇപ്പോൾ കാണുന്നില്ലല്ലോ, നിങ്ങളെന്താ വ്ളോഗ് ഇടാത്തതെന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോമ്പിന് വ്ളോഗ് ഇടണ്ടെന്ന് വിചാരിച്ചത്, വെറും റെസിപ്പീസുകൾ മാത്രം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 2-3 ഇതുപോലത്തെ സ്നാക്കിൻ്റെ എല്ലാ റെസിപ്പീസുകൾ ഇടുമ്പം തന്നെ പിന്നെ വ്ളോഗ് ഇടുമെന്ന് വെച്ചാൽ, അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് പണികളെല്ലാം ഉണ്ടാവുമല്ലോ, അടിച്ച് വാരലും തിരുമ്പലും അങ്ങനത്തെ എല്ലാം അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായിന്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നല്ല, നമ്മൾ നോമ്പിന് ഉറങ്ങാൻ കിടന്നാൽ ഭയങ്കര ഉറക്കാമെന്നല്ല, എണീക്കുമ്പോൾ തന്നെ ലേറ്റാവും. പിന്നെ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന പണി തിരുമ്പാൻ പോക്കും അടിച്ച് വരാൻ പോക്കും അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അതെല്ലാം പിന്നെ ചടപട കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആദ്യം തന്നെ ചെയ്തത് ഇതാ ഈ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ നോമ്പറക്കുന്ന സമയത്ത് ഇങ്ങനെ മുഴുവനായിട്ട് കൊണ്ടാക്കുന്നേരം പിള്ളേരാരും കഴിക്കുകയും ചെയ്യില്ല. അങ്ങനെ തന്നെ ആടുന്ന് ഇടുന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇതുപോലെ ഇങ്ങനെ ചെറുങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ട് കൊടുത്തരാം, നല്ലോണം അങ്ങ് ചിലവായി. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ചോദിക്കാൻ വരും ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെ ഐഡിയ, അതാകുമ്പോൾ അങ്ങ് വയറ്റിലെത്തിക്കോളല്ലോ ഫ്രൂട്ട്സ്, അല്ലാണ്ട് മറ്റങ്ങനെ മുറിച്ചെടുത്താൽ പിള്ളേർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ മതി ഇനി ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താക്കി ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഞാൻ അതിന് പകരം ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഇല്ല, അത് മിക്സാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ നല്ല എന്താ പറയുക, കസ്റ്റാർഡ് പൗഡറെല്ലാം പാലിലിട്ട് കലക്കിയ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പിള്ളേർക്കും നല്ലോണം ഇഷ്ടമായി. ഇനി അടുത്തതായിട്ട് ഞാൻ ബത്ത ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബത്ത ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന് കേട്ടോ, ആ സെയിം ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മിക്സിങ്ങെല്ലാം മരിവ് വാങ്ങിക്കൊടുക്കാനാകുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാടെ അടിച്ച് വെച്ചാൽ പിന്നെ ജ്യൂസ് അടിക്കേണ്ട പണി ഉണ്ടാവില്ലല്ലോ, ബാക്കിയുള്ള മിക്സിങ്ങല്ലേ ഉള്ളൂ. ഞാൻ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം പിന്നെ ബെയ്യാന്ന് ഞാൻ ഒരു മരിവാന സമയത്ത് ഐസ്ക്രീം ഇടും. ഇനി ഇതാ ഈ ബത്തയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണിയിലേക്ക് എടുക്കണം. പിന്നെ ഈ ഒരു ബത്ത ജ്യൂസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണിത്. ഈ പാലും മറ്റേ കസ്കസെല്ലാം ഇട്ടിട്ട് റുവാബ്സെല്ലാം ഇട്ടിട്ട്, റുവാബ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പില്ല, അത് ഒഴിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബത്ത ജ്യൂസ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ബത്ത ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജഗ്ഗിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളതെല്ലാം എടുത്ത് ചേർക്കൽ മാരിപാനാകുന്ന സമയത്താണ്, പാലും മറ്റേ കസ്കസെല്ലാം അതെല്ലാം ഞാൻ മാരിപാകുന്ന സമയത്ത് ബാങ്ക് കൊടുക്കാനാകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേനു, അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപാടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കയറ്റി വെച്ച് ഇനി നോമ്പറക്കാനാകുമ്പോഴത്തേക്ക് കുറച്ച് കടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടില്ല റോള്, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പച്ചക്കറി പിന്നെ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറിയെല്ലാം ഒന്നവിടെ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചാൽ പിന്നെ കുറേ പണി അങ്ങ് പെൻഡിങ്ങിലുണ്ടാവില്ലല്ലോ, എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാകാൻ മടി ഉണ്ടാകാൻ. അവിടെ ഞാനിതാക്കി ഇതെല്ലാം അവിടെ മുറിച്ച് വെച്ച് എല്ലാം ഇലാക്കി വെച്ചിട്ടാണ് പിന്നെ കുളിക്കാനും നിസ്കരിക്കാനെല്ലാം പോയാൽ. അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് കിടന്നിട്ടുള്ളൂ ഞാൻ. ഇനി ഞാൻ ഈ ഉള്ളി മുറിക്കുന്ന വെച്ചാൽ ഇന്ന് ഞാൻ കല്ലുമ്മക്കായ ചോറ ഉണ്ടാക്കുക. അപ്പം നാട്ടിൽ നിന്ന് ഉമ്മ കല്ലുമ്മക്കായ കൊടുത്ത് അച്ഛനേനു, അപ്പോൾ അതിനെക്കൊണ്ട് ഒരു ചോറാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും അതെല്ലാം അവിടെ മുറിച്ച് വെച്ച്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം തോല അഴിഞ്ഞെല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പണിയൊന്നുമില്ല. ഇനി ഞാനിതാ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മറ്റേ റോളിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് പൊരിച്ച്, പിന്നെ ഇനി പച്ചക്കറി ഇടിയാൻ വേണ്ടു. പച്ചക്കറി അങ്ങനെ കൂടുതൽ നേരം വാട്ടാനും നിൽക്കണ്ട. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ പണ്ടോ ആടാക്കി വെച്ചിട്ട് അതിന് ശേഷം ഇതാ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം കയറ്റെടുത്ത് നമ്മൾ തിന്നാനാക്കുന്നല്ല, പാത്രം കഴുകാനല്ല വലിയ പണി. അപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കയറ്റി കിച്ചണിലൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടില്ലേനു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി, അതെല്ലാം ഒന്ന്
പിരിച്ച് മൊഞ്ചാക്കി. അതിന് ശേഷമാണ് പിന്നെ എൻ്റെ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞത്. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുളിച്ച് നിസ്കരിച്ച് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങി. പിന്നെ എന്താ പറയുക, കിച്ചണിൽ ആദ്യം തന്നെ ഇറങ്ങിയിട്ട് പിന്നെ ആ പണിയെല്ലാം എടുത്തുകൊണ്ട് കുറച്ച് ഇരുന്ന് ഓതാനും സമയം കിട്ടി. അപ്പോൾ അങ്ങനെ ഓത്തും നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി. പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് കിടന്ന്. പിന്നെ ഞാനിന്ന് നോമ്പറക്കാൻ 3 കടിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ റോളും പിന്നെ കായ്പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് നേരത്തെ വേവിച്ച് വെച്ചിന്. പിന്നെ മുട്ട ഞാനിപ്പോൾ പുഴുങ്ങാൻ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ നടന്ന് പോയത് ഫ്രിഡ്ജിൽ സാധനം എടുക്കാനാണ് കേട്ടോ. ഫ്രിഡ്ജ് നമ്മൾ കിച്ചണിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടാവുള്ള, അത് തണാലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് കിച്ചണിൽ വെക്കുമ്പോൾ ചൂടും കൂടുന്നു. പിന്നെ അതുമല്ല പണിയൊന്നും എടുക്കാനൊരു ഏലില്ല. ഫ്രിഡ്ജ് വെച്ചാലും ഒരു കിച്ചണെല്ലാം ഒന്ന് നിറഞ്ഞ പോലെയുള്ള, അവിടെയാണ് ഇതൊക്കെ അത് തണാലെടുത്തിട്ട് അവിടെ വെച്ച്. അതുകൊണ്ട് കിച്ചണ് കുറച്ചൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പണിയെടുക്കാനും എല്ലാന്ന് ചൂടും കുറവുണ്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ചൂടും എല്ലാം കൂടി പൊരിയാച്ചലാണ്. നോമ്പിന് തീരെ കിച്ചണിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇതാ റോളും ഉണ്ടാക്കി വെച്ച്. പിന്നെ ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡിലൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇതൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചൊരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ മുറിച്ച് മാറ്റിയ എന്താ പറയേണ്ട പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കും. അപ്പോൾ ഞാനതിൽ പണ്ടോ മുട്ടെല്ലാം വെച്ചിട്ടുണ്ട്. പണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്താണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അതുമല്ല കുറേയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഈ ഒരു 4 ബ്രെഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, 4 സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ മറ്റേ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, മുമ്പേ ഉള്ള സംഭവമെന്നല്ല ഇത്. പിന്നെ കടി തന്നെ കൂടുതൽ ഉണ്ടാക്കും ചെയ്യില്ല. ഉണ്ടാക്കിയാൽ തന്നെ അങ്ങനെ മക്കളാരും അങ്ങനെ കഴിക്കും ചെയ്യില്ല. പിന്നെ നോമ്പ് നോറ്റാൽ എല്ലാവർക്കും ഓരോ പൂതി ഉണ്ടാവും, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കടി എന്നുമ്പോഴത്തേക്കന്നെ പിന്നെ എല്ലാവർക്കും മതിയാവും. പിന്നെ അത്താഴത്തിന് ചിലവാകും. അത്താഴത്തിന് എല്ലാവർക്കും കടി തന്നെയാണ് വേണ്ടത്. അത്താഴത്തിന് പിന്നെ നമ്മൾ ചോറും കഞ്ഞിയൊന്നും അങ്ങനെ വെക്കൂല. വെക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ ഞാൻ വെക്കൂല. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങനെ ആരും കഴിക്കും ചെയ്യില്ല. പിന്നെ മാപ്പിളക്ക് തീരെ ഇഷ്ടമില്ല. മാപ്പിള അധികവും ഈത്തപ്പഴവും വെള്ളമാണ് കുടിക്കാൻ. അത്താഴത്തിന് അങ്ങനെ ഒന്നും തന്നെ കഴിക്കും ചെയ്യില്ല. പിന്നെ മക്കൾക്കാണെങ്കിൽ ചോറ് ഞാൻ വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാമെന്നല്ലാണ്ട് അങ്ങനെ ഒറ്റക്ക് എടുത്ത് തിന്നും ചെയ്യില്ല. ഒറ്റക്ക് കൊടുത്താൽ വേണ്ടാന്നേ പറയും. പിന്നെ ഈ കടിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ കടി തിന്നാന്നല്ലാണ്ട്, അനക്ക് പിന്നെ ചോറും കഞ്ഞി അങ്ങനത്തെ ഒന്നും എനിക്ക് അത്താഴത്തിന് പോവില്ല. ഞാൻ അധികം കടി തന്നെയാണ് ഞാൻ തിന്നൽ. അങ്ങനെ നമ്മൾ റോളുമായി, പിന്നെ അതുപോലെ തന്നെ സാൻഡ്വിച്ചുമായി. ഇനി കായ്പോള ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കായ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കായ്പോളയുടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് മധുരം ഉണ്ടാക്കൽ കുറവാണ്. പിന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കായ്പോള പനീർപ്പട്ടി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാമെന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കില്ല. പിന്നെ കായ്പോള ഉണ്ടാക്കുന്നത് പിന്നെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി, അത് പക്ഷെങ്കിൽ വ്ളോഗിലാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ കായ്പോള ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കുറച്ചധികം നെയ്യെടുത്തിട്ട് അതിൽ കായ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചിട്ട് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഈ ഒരു കളറിൽ ആയിക്കഴിഞ്ഞാൽ എടുക്കുക നെയ്യിന്ന്. അപ്പോൾ കായുടെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 3 കായ്ക്ക് 5 മുട്ടയാണ് എടുത്തത്. 5 മുട്ടയിലേക്ക് ഇതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ച കായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ ഏത് പാനിലാണോ പിന്നെ പോള ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് RK ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുക. ഞാൻ കിസ്മിസ് ഇടുന്നില്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായാൽ ഇത് നമ്മൾ എന്താ പറയണ്ടേ, ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സാക്കുക. എന്നിട്ട് ഈ നെയ്യ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് ആയിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബത്ത ജ്യൂസിൻ്റെ എല്ലാം റെഡിയാക്കി. ഇനി ഇതാ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൂട്ട്സും മുറിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുട്ടികളൊന്നും ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇതുപോലെ ചെറുങ്ങനെ മുറിച്ചിടുക.
എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് രണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വാനില ഐസ്ക്രീമോ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം അവിടെ ആക്കി വെച്ചതിന് ശേഷം ഇനിയുള്ള പണി ഇതാ ചായക്ക് വെക്കണം. അപ്പോൾ ചായക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കായ്പോളയുടെ റെഡിയായി, ചായ റെഡിയായി. ഇനി ചായ എല്ലാം ടേബിൾ മുക്ക് ഉണ്ടാക്കണം. ഏകദേശം ഇപ്പോൾ ഇവിടെ മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഓളാന്ന് പിന്നെ ഡ്രൈ ഫ്രൂട്ടെല്ലാം ഒന്ന് കൈയിട്ട് ടേബിൾ മേലെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതാ എന്താ പറയുക, കായ്പോള റോള്, നമ്മൾ സാൻഡ്വിച്ച് എല്ലാം ഞാനിതാ കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോമ്പുറക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ടന്ന് പിന്നെ വെള്ളവും കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴങ്ങാനും കുടിക്കും. അങ്ങനെ അതിന് ശേഷം പിന്നെ ബാക്കി ജ്യൂസ് അങ്ങനത്തെ എല്ലാം നമ്മൾ കുടിക്കൽ. അപ്പോൾ എല്ലാവർക്കും വെള്ളം നിർബന്ധമെന്നല്ല, നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് വെള്ളം എന്തായാലും വേണമല്ലോ. അപ്പോൾ വെള്ളം കുറച്ചേ കുടിക്കും, ഒരു ഗ്ലാസ്സേ കുടിക്കും. നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നല്ലോണം വെള്ളം വേണം. നോമ്പുറക്കുമ്പോൾ പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇതൊന്നും തിന്നാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ചേ വെള്ളം കുടിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും വർത്താൻ പറയുന്നതിനിടയ്ക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മഗ്‌രിബ് കൊടുത്ത് പിന്നെ എല്ലാവരും നോമ്പെല്ലാം തുറന്ന് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈ ഫ്രൂട്ട് സലാഡും ജ്യൂസും എല്ലാം കുടിച്ചുകൊണ്ട് പിന്നെ കടി അങ്ങനെ ഒന്നോ രണ്ടോ എടുത്തെന്നല്ലാണ്ട് അതിൽ കൂടുതലങ്ങനെ ആരും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോമ്പും തുറന്ന് പിന്നെ നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ പിന്നെ ഇറങ്ങിയത് കല്ലുമ്മക്കായ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഉമ്മ കല്ലുമ്മക്കായ കൊടുത്തയച്ചിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ എന്താ കുറച്ചധികം കല്ലുമ്മക്കായ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ തേച്ചും മസാല ഒന്നും ആക്കിയിട്ടില്ല, കുറച്ച് വേറെ തന്നെ പൊരിക്കുക ചെയ്തത്. അപ്പോൾ ഇവിടെ മോനിക്കെല്ലാം പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കല്ലുമ്മക്കായ ചോറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ വേറെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന് മുമ്പ് വേറെ തന്നെ വീഡിയോ ഇട്ടിന്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പികൾ ഞാൻ അതിൻ്റെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ ചോറും വെച്ച് പിന്നെ ചട്ടണി എല്ലാം ഉണ്ടാക്കി, ചോറിന് കൂട്ടാനുള്ള ചട്ടണിയും എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കിച്ചൺ മൊത്തം ഒന്ന് വൃത്തിയാക്കി. എന്താ പറയുക, നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വൃത്തിയാക്കൽ പ്രത്യേകമെന്നല്ല. അപ്പോൾ എല്ലാം മൊത്തം ഒന്ന് കിച്ചൺ വൃത്തിയാക്കി വെച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.